നമസ്കാരം മക്കളെ, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് അഥവാ ഡെയിലി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കുറേ നാളായി നിങ്ങൾ ഡെയിലി വ്ളോഗ് കണ്ട് മടുത്തെന്ന് എനിക്കറിയാം. ഞാൻ കണ്ടന്റ് മാറ്റി പിടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ കണ്ടന്റുകൾ എൻ്റെ മനസ്സിലുണ്ട്, അതൊക്കെ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. സമയം പോലെ ഞാനത് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഓൺ വോയിസിൽ ചെയ്തൊരു വ്ളോഗാണ്. മറ്റത് ഞാൻ വോയിസ് ഓവറാണ് കൊടുക്കാറ്. ഇന്നെന്തായാലും ഒരു ഓൺ വോയിസ് വ്ളോഗാണ് ചെയ്തിരിക്കുന്നത്. ചിലതൊക്കെ ചിലപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കും കേട്ടോ. അപ്പം നമുക്ക് വ്ളോഗിലേക്ക് പോകാം. ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. വെൽക്കം ടു അവർ വ്ളോഗ്. കഴിക്കാൻ പുട്ടും പയറും പപ്പടവും രാവിലെ താമസിച്ച് നമ്മൾ രണ്ടുപേരൊക്കെ ഉള്ളു. അതുകൊണ്ട് നമുക്ക് പുട്ട് പയറ് പപ്പടം അതൊക്കെ കഴിക്കാൻ പറ്റും. രാവിലെ എഴുന്നേറ്റപ്പം ഞാൻ നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അപ്പം പെട്ടെന്ന് എന്തുണ്ടാക്കുമെന്ന് ഇങ്ങനെ മനസ്സ് വിചാരിച്ചപ്പം ആണ് പുട്ടുണ്ടാക്കാന്നുള്ളൊരു ഐഡിയ തോന്നിയത്. അങ്ങനെ പുട്ടുണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് ഞാൻ. പക്ഷെ പുട്ടുണ്ടാക്കി കഴിഞ്ഞുള്ള അടുത്ത പ്രശ്നമെന്ന് വെച്ചാൽ ആകാശു പുട്ടിൻ്റെ കൂടെ കറി ഉണ്ടെങ്കിലേ കഴിക്കത്തുള്ളൂ. കറിയൊന്നും ഇല്ല, ഇനി കറി വെക്കാനുള്ള സമയവും ഇല്ല. അപ്പം പഴം കൂട്ടി ആകാശ് കഴിക്കത്തില്ല കേട്ടോ. ഞാൻ പഴം കൂട്ടി കഴിക്കും, ആകാശുവിന് അത് ഇഷ്ടമല്ല. പക്ഷെ ഞാൻ വാരി കൊടുക്കുകയാണെങ്കിൽ പഴം കൂട്ടി എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും. അപ്പം ഞാൻ പെട്ടെന്ന് വിചാരിച്ചെങ്കിൽ പയറും പപ്പടവും കൂടെ ഉണ്ടാക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ കഴിക്കും, അത് വലിയ വിഷയമില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് കുക്കറിൽ പയർ വേവിക്കാൻ വെച്ചു. പുട്ടിനുള്ള മാവ് നനച്ച് തേങ്ങ തിരുവി പുട്ടുണ്ടാക്കുകയാണ്. ഇനി പപ്പടം കാച്ചിയെടുക്കണം, കട്ടൻ കാപ്പി ഉണ്ടാക്കണം. കട്ടൻ കാപ്പി ആകാശം അങ്ങനെ കുടിക്കത്തില്ല. കാപ്പി ചായ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആകാശം കുടിക്കില്ല, തോന്നുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നെന്തായാലും ആകാശത്തിന് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ എനിക്ക് മാത്രമായിട്ട് കാപ്പി ഉണ്ടാക്കാം എന്നും വിചാരിക്കുന്നു. പയറ് നമ്മൾ പിഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വിസിൽ കളഞ്ഞ് നമുക്ക് എടുക്കണം. പിന്നെ ആ പുട്ടായിക്കൊണ്ടിരിക്കുവാണ്. ഇനി നമുക്ക് പപ്പടം കൂടെ പൊരിച്ചെടുക്കാം. ഓ, പപ്പടം കുട്ടിയില്ല ഇവിടെ. നമ്മുടെ പുതിയ അതിഥിയാണ്. നമ്മൾ പേരിട്ടിരിക്കുന്നത് സുൽത്താൻ എന്നാണ് കേട്ടോ. ഇത് നമുക്ക് റെയിൽവേ ക്രോസിൽ നിന്ന് കിട്ടിയതാണ്. അവിടെ ഒരു വണ്ടിയുടെ അടിയിലിരിക്കുകയായിരുന്നു. അവിടെ കിടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വണ്ടി തട്ടും. അതുകൊണ്ട് നമ്മളിങ്ങനെ എടുത്തോണ്ട് വന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് പാട്ട് കേട്ടപ്പോൾ ഞാനൊന്ന് കുലുങ്ങിയതാണ്. അപ്പോൾ ആകാശ് ചാർജ് കുത്തിയിട്ടിട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാനത് മാറ്റി വെക്കാൻ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. ആകാശം അറിഞ്ഞില്ല വീഡിയോ എടുക്കുന്ന കാര്യം കേട്ടോ. അങ്ങനെ ഇപ്പോൾ ലാസ്റ്റ് റിയാക്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വീഡിയോ എടുക്കുന്ന അറിഞ്ഞില്ല എന്നുള്ളത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവുകയാണ്. ഈ വണ്ടി ഉണ്ടല്ലോ, ഇത് ഞങ്ങളുടെ വണ്ടിയല്ല. ഞങ്ങളുടെ വണ്ടി കണ്ടിട്ട് അതിഷ്ടപ്പെട്ടിട്ട് ആകാശുവിൻ്റെ ഫ്രണ്ട് എടുത്ത വണ്ടിയാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ ആക്സസറീസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ സ്കൂട്ടറിലും ആകാശു കാറിലുമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ ആക്സസറീസ് ചെയ്യിപ്പിക്കാനുള്ള ഷോപ്പിൽ കൊടുക്കാനായിട്ട്. അപ്പോൾ തിരിച്ച് എന്നിട്ട് ആകാശുവിനെയും പിക്ക് ചെയ്തിട്ട് സ്കൂട്ടറിൽ വരാനാണ്. അപ്പം കാറ് നമ്മളവിടെ ഏൽപ്പിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇടയ്ക്ക് വെച്ച് എനിക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റി. ഞാൻ എന്നിട്ട് കറങ്ങിയടിച്ച് തിരിച്ച് വന്നിട്ടുണ്ട് ആകാശ് പോകുന്ന വഴിയിൽ കേട്ടോ. അങ്ങനെ നമ്മളിതാ ഷോപ്പ് എത്താറായി. വണ്ടി ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്കൂട്ടറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് ഇനി നമ്മൾ ഓൾറെഡി മീൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി പോയിട്ട് വേണം ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ലേറ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല, ഞങ്ങൾക്ക് അങ്ങനെ അത്ര വിശപ്പൊന്നും ആയിട്ടില്ല. ഇപ്പം സമയം 12-12:30 എത്രയോ ആയി. ഇന്ന് പാൽസർ നടന്നിട്ട് ഉറപ്പായിട്ടും ഉണ്ട്. കണ്ട കൺഫേം കിട്ടും. ഒരു നടന്നേ ഉള്ളൂ, ഒരു പാൽസറോ ഐറ്റം ഉണ്ട്. മുമ്പൊരു വ്ളോഗ് ചെയ്ത സമയത്ത് നമ്മളിവിടെ വന്നപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ നടന്നണ്ടി കുടിക്കാൻ പറ്റിയില്ല ആകാശുവിന്. ആകാശുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ നറുനണ്ടി നാരങ്ങ വെള്ളം. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതിൽ എനിക്ക് തോന്നുന്നു ഇഞ്ചിനീരും
അതുപോലെ തന്നെ മുളകിൻ്റെ നീരുമൊക്കെ ഉണ്ട്. എന്നിട്ട് അതിലേക്ക് നറുനണ്ടി ഒഴിച്ച് നാരങ്ങയും കൂടെ പിഴിഞ്ഞിട്ട് അതിൽ തണുത്ത വെള്ളം ഒഴിച്ച് നന്നായിട്ട് അടിച്ചിങ്ങനെ തരും. നല്ല ടേസ്റ്റാണ്, നല്ല റിഫ്രഷിങ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഇതിപ്പോൾ ഒരു ചെറിയൊരു കടയാണ്, പക്ഷേ ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള 2 ഐറ്റമാണ്, 2 ഐറ്റം അല്ല 3 ഐറ്റം ഉണ്ട്. ഒന്ന് ഈ നറുനണ്ടി വെള്ളം, പിന്നെ ഒന്ന് പാൽ സർബത്ത്, പിന്നെ നമ്മുടെ മോര്. ഇപ്പോഴത്തെ ചൂടത്ത് നല്ല റിഫ്രഷിങ് ആണ് ഇത്. അപ്പോൾ ആകാശിന് നറുനണ്ടി കിട്ടിയതിൻ്റെ ഒരു സന്തോഷമാണ്. ആകാശ് ഈ ഒരു ഗ്ലാസ് അല്ല, രണ്ടാമത് വീണ്ടും ഒരു ഗ്ലാസ് കൂടെ മേടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിനൊരു 15 രൂപ മാത്രമേ ഉള്ളൂ. സർബത്തിന് 25 രൂപയാണ് കേട്ടോ. ഞാനിവിടെ വന്നാൽ സ്ഥിരം കുടിക്കുന്നത് സർബത്താണ് കേട്ടോ. നല്ല പൈനാപ്പിളൊക്കെ ഇട്ട് നല്ല അടിപൊളി സർബത്താണ്. അത് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. 25 രൂപയാണ് കേട്ടോ. ഇത് വരുന്നത് നമ്മുടെ ഭരണിക്കാവ് അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. പക്ഷേ ഇത് 6 മണിയാവുമ്പം ഈ കട അടയ്ക്കും. കാരണം ഈ മാമനാണ് ഇവിടെ നടത്തുന്നത്. മാമന് ഒരുപാട് നേരം നിൽക്കാനൊന്നും പറ്റില്ല. അത് കഴിഞ്ഞ് നമ്മൾ കുറേ നേരം പോസ്റ്റായിരുന്നു റെയിൽവേ ഗേറ്റ് അടച്ചിട്ടിട്ട്. എന്തൊരു ചൂടാണോ എന്തോ. അപ്പോൾ ഇന്ന് ചൂരക്കറി വെക്കാന്നാ വിചാരിക്കുന്നേ. മീൻ വെട്ടി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. ഇത് കുടലാതോ? ഇത് പരിഞ്ഞില്ലാണോ? ആണോ? ദിവാകറാ? എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഇത് കളയുക. പരിഞ്ഞില്ലാണോ അല്ലയോ എന്ന് എനിക്ക് അറിയില്ല. അറിയാവുന്നൊരു കമന്റ് ചെയ്യുക. ഈ സംഭവം എടുക്കാവോന്നും എനിക്കറിഞ്ഞൂടാ. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ ഭയങ്കര ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും അല്ലേ? പൂച്ചയുടെ. പുതിയ അതിഥി വന്നിട്ടുണ്ട് നമ്മളെ വീട്ടില്. നമുക്ക് പുതിയൊരു അതിഥിയെ കിട്ടിയിട്ടുണ്ട്. 3 100 രൂപ. 3 100 രൂപ? കുഴപ്പമില്ല. പക്ഷെ ഇത് ഫ്രഷ് ആണോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. 2 100 രൂപ തുടങ്ങി, ഞാൻ അവിടെ ഇരുന്ന് പിന്നെ 3 100 രൂപയ്ക്ക് തന്നു. ഇത് ഫ്രഷ് അല്ല തോന്നുന്നു. കഴിഞ്ഞ വർഷത്തെയാണ്. അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. 100 രൂപയ്ക്ക് ഇനി തരും, ചൂണ്ടായിട്ട് പിടിച്ചു തരും. ഫ്രഷ് മീൻ തന്നെയാണ്. ഒരുപാട് ആൾക്കാർ വാങ്ങിച്ചായിരുന്നു. ആണോ? ആരൊക്കെ പറ്റിക്കപ്പെടുകയാണെങ്കിൽ അവരൊക്കെ 916 കുടുംബശ്രീ സ്ത്രീകളായിരുന്നു. അതുകൊണ്ട് അവർക്കൊക്കെ അത് നോക്കാൻ നല്ലപോലെ എടുക്കാൻ അറിയാം. അപ്പൊ അവരെടുക്കുന്നുണ്ട്, ഞാൻ അവരെ കൊണ്ടെടുപ്പിച്ചു. ചേച്ചി നല്ല നോക്കി എടുത്തതാണ്. അപ്പൊ അവര് വാങ്ങിയതിനകത്ത് നമുക്ക് നല്ലോണം എടുത്തത്. ഞാൻ കണ്ടിച്ചപ്പോഴത്തേക്ക് അലുകുലുകുലുകുലുകുലായിപ്പോയി. മീനിന്റെ കുഴപ്പമില്ല, കണ്ടിക്ക് അറിയാത്തതിന്റെ കുഴപ്പം അല്ല. ഫ്രഷ് ആണെങ്കിൽ നല്ല അലുവ കഷ്ണം പോലെ. ഇയാൾക്കറിയാമോ മീൻ വെട്ടാൻ? ഇയാൾക്കറിയാമോ മീൻ വെട്ടാൻ? പെണ്ണുങ്ങൾ മാത്രമല്ല, ആണുങ്ങൾക്ക് മീൻ വെട്ടാം. എത്രയോ ആണുങ്ങൾ നന്നായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പഠിക്കണം അങ്ങോട്ട്. ആകാശം പണി വരുന്നുണ്ട്. ആകാശം തേങ്ങ എഴുതി തരണം, തുണി എഴുതി തരണം. ജോലിക്ക് കൊണ്ടിട്ട് അപ്പൊ അവളെന്തായാലും മീൻകറി വെക്കാൻ തുടങ്ങി. അപ്പൊ നമുക്ക് തേങ്ങ അരച്ച് സഹായിക്കാം. ഓക്കെ. അപ്പൊ ആകാശിന്റെ വീട്ടിൽ വെക്കുന്ന കണക്കത്തെ ഒരു മീൻകറി വെക്കുന്നത് ഞാൻ വെക്കുന്ന പോലെയല്ല. ഇതൊരു വേറൊരു സ്റ്റൈലാ. ആകാശുവിന് ഇഷ്ടപ്പെട്ട രീതി വെക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ ഞാൻ അടുപ്പ് കത്തിച്ചിട്ടില്ല. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു. ഇനി നമുക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. ഇനി നമുക്ക് 3 സ്പൂൺ മുളക് പൊടി, കാശ്മീരി ആണേ, 3 സ്പൂൺ. വലിയ എരിവൊന്നും കാണത്തില്ല, കാശ്മീരി ആയതുകൊണ്ട് 3 4 എടുക്കാം. ഇനി ഇതിനകത്ത് കുറച്ച് ഉലുവാപ്പൊടി. ഉലുവാപ്പൊടി ലാസ്റ്റ് ഇട്ടാലും മതി. ഇതിൻ്റെ കൂടെ അങ്ങ് വറക്കാം. കുറച്ച് പാട്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട്, ഇതെന്താ ആദ്യം അടുപ്പ് കത്തിക്കാത്തതെന്ന് വെച്ചാൽ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അടി കരിഞ്ഞു പോവരുത് പൊടികൾ, അതുകൊണ്ടാണ്. കുറച്ചൊന്ന് സമയം ഇച്ചിരി പൈസ തരുമോ? തീയൊന്ന് തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കണേ. അപ്പൊ നമ്മൾ കുടംപുളിയാട്ടോ ഈ മീൻകറിക്ക് ഇടുന്നത്. ഞാൻ വെക്കുമ്പം പിരിഞ്ഞ പുളിയില്ലേ സാമ്പാറിൽ ചേർക്കുന്ന, അതാണ്
സാധാരണ ചേർക്കുന്നത്. ഈ മീൻകറിക്ക് സ്പെഷ്യൽ കുടംപുളി. അപ്പം അത് 2-3 കുടംപുളി, ഇത്രയും വേണ്ടി വരത്തില്ല, പുളിക്കനുസരിച്ച് ചേർത്താൽ മതി. വെള്ളത്തിലിട്ടു. പെട്ടെന്ന് ഇട്ടാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ടാലും മതി. അതവിടെ കിടക്കട്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു പൊടിയുണ്ടല്ലോ, ആ മിക്സ്, അതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തതാട്ടോ. ഞാൻ ജാറിലോട്ട് മാറ്റി അതിൽ മൂപ്പിച്ച് തട്ടി തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ മൂത്തു പോവും. ഒന്നുകൂടെ ഇരുന്ന് അതിൻ്റെ ചൂട് തട്ടി മൂത്തു പോവും. അതുകൊണ്ടാണ് മാറ്റി വെച്ചേക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാ. തേങ്ങ ആകാശം തിരികെ തന്ന്. ഇനി നമുക്ക് ചെറിയ ഉള്ളി തൊലി കളഞ്ഞെടുക്കണം. ചെറിയ ഉള്ളി ഞാൻ തൊലിച്ച് എടുത്ത് കഴുകി ഇതാക്കിയിട്ടുണ്ട്. ഇത് ചെറിയ പീസാക്കിയിട്ടേക്കുന്ന വലിയ കൊച്ചുള്ളി ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഇത്രയും വേണോ എന്ന് ചോദിച്ചാൽ സാധാരണ ഒരു സവാളയാണ് ചേർക്കുന്നത്. അപ്പം അതിന് പകരം കൊച്ചുള്ളി ആയപ്പോൾ ഇത്ര വേണമായിരിക്കും എന്നാണ് എൻ്റെ നിഗമനം. ഓക്കെ, തേങ്ങ ഇടാം. ഒരു മുറി തേങ്ങ വേണ്ടി വരും. ഇത്ര ചേർക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് ചമ്മന്തിക്ക് വേണ്ടി മാറ്റി വെക്കാം. ഇത്രയും. ആ കഷ്ണം മീൻകറി ഉണ്ടെങ്കിലും ചമ്മന്തിയും കൂടെ വേണം. വൃത്തിയിട്ട് ചേർക്കാം. കറിക്ക് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഈ അരപ്പ് നമുക്കിനി കറി വെക്കുന്ന ചട്ടിലോട്ട് മാറ്റാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ജാറ് കഴുകി ആ വെള്ളം കൂടെ ചേർക്കാം. ഓക്കെ, കുറച്ച് വെള്ളം കൂടെ ചേർക്കാമല്ലോ. അപ്പൊ നമ്മൾ പുളിവെള്ളം തന്നെ ചേർക്കുകയാണെ. പുളിയോട് കൂടി ആ പുളിവെള്ളം ഒന്ന് ചേർക്കുക. ഇതിന് തിളച്ച് വരുമ്പം ഈ വെള്ളം വറ്റുമല്ലോ. അപ്പം എന്തായാലും കുറച്ച് വെള്ളം ഇരിക്കുന്നത് തന്നെ നല്ലത്. ഞാൻ എന്താ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ഓക്കെ, ഈ ഒരു രീതി ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ. ഞാൻ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 3-4 ചേർക്കാം. ഞാനിപ്പം കാശ്മീരി ചില്ലിയാണ് ചേർത്തേക്കുന്നത്. അതുകൊണ്ട് 3 പച്ചമുളക്. എരിവ് ഇരിക്കട്ടെ, എന്നാലേ കറിയുള്ളാവും. നമുക്ക് ചേർക്കാനുള്ളത് ഒരു തക്കാളിയാണ്. ഇത് അത്യാവശ്യം വലിയ തക്കാളിയാ. ഒരെണ്ണം ചേർത്താൽ മതി. തക്കാളി ചേർത്തു. തിളച്ച് വരട്ടെ. ഓക്കെ, ഇത്രയും ക്വാണ്ടിറ്റി കണ്ടിട്ട് ഒന്നും വിചാരിക്കേണ്ട. നാളത്തെയും കൂടെ നമ്മൾ എടുക്കും അല്ലേ? ഇനി ഇത് തിളച്ച് വരണം. എന്നെ കാണിക്കുന്നില്ലേ? ഇതിന് തിളച്ച് വരണം ഗൈസ്. തിളച്ച് വന്നിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ആകാശിന് പൊരിച്ച മീൻ വേണ്ടേ? വേണം. അപ്പം നമുക്ക് കുറച്ച് മീനങ്ങ് വരഞ്ഞ് മാറ്റാം. അപ്പൊ ഗൈസ്, നമ്മുടെ കറി തിള വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഗൈസ്, നമുക്ക് മീൻ അപ്പോഴത്തേക്ക് പൊരിച്ചെടുക്കാം. ഞാൻ അരിപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. അതറിയാലോ എല്ലാവർക്കും. മഞ്ഞള്, മുളക്, കുരുമുളക് എന്നെ എടുക്കുന്നുണ്ടോ? മഞ്ഞള്, മുളക്, കുരുമുളക്, കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. വെള്ളം ചേർക്കണമെങ്കിൽ വെള്ളം ചേർക്കാം. കഥാപ്രസംഗം നടത്താം. നമുക്ക് എണ്ണ ഒഴിക്കാം. മീൻ പൊരിക്കാൻ എണ്ണ ഒഴിച്ചു. കുറച്ച് എണ്ണ ഒഴിച്ചു. വിഷയമാവും. നമുക്ക് പുരട്ടി വെച്ചിരിക്കുന്ന അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന മീൻ സൗണ്ട് കേൾക്കണം. പക്ഷെ സൗണ്ട് വന്നത് എന്താ? എണ്ണ തിളക്കാത്തതുകൊണ്ട്. അപ്പം നമുക്ക് അടുത്തിടാം. ഇപ്പം സൗണ്ട് കേട്ട് അടുത്തിടാം. ഓക്കെ ഗൈസ്, നമുക്ക് കറിവേപ്പില ഉറിക്കാൻ പോകാം. ഗൈസ്, വാഴ ഒടിഞ്ഞ് വീണ് കിടക്കുന്നു ഗൈസ്.
കറിവേപ്പില റെഡി. ഓർഗാനിക്, ഒരു പെസ്റ്റിസൈഡ്സും അടിക്കാത്ത ഓർഗാനിക് കറിവേപ്പില. നമുക്ക് കുറച്ച് കറിയിൽ ചേർക്കാം. ഇനി നമുക്ക് ഒരു ജോലിയും കൂടെ ഉള്ള ബാക്കി. അത് കഴിഞ്ഞാൽ ഈ അടുക്കളയിൽ എനിക്കൊരു മോചനം ലഭിക്കും അല്ലേ? പപ്പടം ഇല്ല, രാവിലെ കാച്ചിയ പപ്പടം ഇരിക്കൊണ്ട്, അത് മതിയാവുമോ? ചമ്മന്തി അരയ്ക്കാൻ ആരെയും പഠിപ്പിക്കണ്ടല്ലോ, 2 ചെറിയ ഉള്ളി മതിയായിരിക്കും. വേണമെങ്കിൽ ഒരു ഉള്ളിയും കൂടി ഇടാം. ആകാശുവിന് മാത്രമാണ് ഈ ചമ്മന്തി അരയ്ക്കുന്നത്. എനിക്ക് മീൻകറിയുടെ പിന്നെ ഇനി ചമ്മന്തി അങ്ങനെയൊന്നുമുള്ള ശീലമൊന്നും എനിക്കില്ല. അങ്ങനത്തെ അഹങ്കാരം പിടിച്ച ശീലമൊന്നും എനിക്കില്ല. ചെമ്മീൻ തിരിച്ചിടാം. ഓ പൊട്ടിക്കറി പൊട്ടിക്കറി, ബോംബിട്ട്. നമുക്കിതിന് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. ഉപ്പും പുളിയൊക്കെ എന്തായാലും നോക്കാം. നശിപ്പിച്ചെന്ന് തോന്നുന്നു. പുളി ഇട്ടില്ലേ നമ്മള്? ഇട്ടല്ലേ, കുളമ്പുളി ഇട്ടല്ലേ? പുളി കുറവുണ്ട്. ചെറിയൊരു കയ്പില്ലേ? ചൂരയുടെ ആണോ? അപ്പൊ മീനിന്റെ തലയ്ക്കാക്കും അത്. അതിപ്പോ മീനിന്റെ തലയ്ക്കാക്കും. നീ മേടിച്ചോട്ട് വന്നിട്ടാ ഗൈസ്. ഇതാ ഞാൻ ഈ മീൻകറി വെക്കാത്തത്. ഇത് എന്റെ കംഫർട്ട് സോൺ ആയിട്ടുള്ളൊരു മീൻകറി അല്ല. ഞാൻ എപ്പോ വെച്ചാലും അത് ഫ്ലോപ്പ് ആവും. പക്ഷെ എന്റെ രീതിക്ക് ഞാൻ വെക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ അത് ആകാശവിന് ഇഷ്ടമല്ലല്ലോ അല്ലേ? ആ ടേസ്റ്റ് ഇഷ്ടമല്ല അല്ലേ? ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഇഷ്ടമാണ്. അതിനെന്താ കുഴപ്പമാണ്? എനിക്കിഷ്ടമാണ്. അത് നല്ല കറിയാ. എന്തോ ഒരു അപാകത എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ന് ചോറുണ്ണാൻ പറ്റുമോടെ? നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഈ ഉപ്പിന്റെ ആണോന്ന് അറിയത്തില്ല. ഉപ്പ് കേൾക്കാൻ മറന്നെന്നാ തോന്നുന്നേ. ഉപ്പിട്ടില്ല. ഇട്ടില്ലല്ലോ അല്ലേ? ഇനി നമുക്ക് നോക്കാം ഇതെന്താവും എന്നുള്ളത്. ചൂരയുടെ ആണോ എന്നൊന്നും എനിക്ക് അറിയാൻ വയ്യ. ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ തിളക്കണം എന്താവും നമുക്ക്. ഇനി പൊടി മൂത്ത് പോയതിന്റെ ആണോ പ്രശ്നമൊന്നും അറിയത്തില്ല. ഒരുപാട് അയ്യോ ഇതിപ്പം പണി കിട്ടും. ഇത്രയും പറഞ്ഞാൽ പോരെ ആകാശു? ഇത് കഴിഞ്ഞെന്ന് തോന്നുന്നു. കഥ പറഞ്ഞോണ്ട് പറഞ്ഞു ഉണക്കമീനായി. കറിയുടെ കാര്യം എന്താവുമെന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ ഉപ്പ് ചേർത്തതിന് ശേഷം. ഇപ്പൊ കറക്റ്റായി. യെസ് യെസ്. ഉപ്പിന്റെ കുഴപ്പം ഉപ്പില്ലാത്തതിന്റെ കുഴപ്പമായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതെല്ലാം കൂടെ എടുത്ത് കളയേണ്ടി വരുമെന്ന് വിചാരിച്ചു. സക്സസ്. കളയേണ്ടി വന്ന ആകാശം എന്തായും? എനിക്ക് പൈസ എത്ര ഉണ്ടായി? ഞാൻ ഊണ് വാങ്ങിച്ച് കഴിച്ചാൽ 2 ഊണുള്ള പൈസ. നമുക്കേ ലാസ്റ്റ് സത്യത്തിൽ ഇത് കടുക് വറുത്താണ് ഇടുന്നത്. ഇനി എനിക്ക് കടുക് വറുക്കാനൊന്നും വയ്യാത്തത് കൊണ്ട്, ചുമന്നുള്ളിയൊക്കെ ഉണ്ട്, കടുക് വറുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ എന്താ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണേ. ഓക്കെ, ഇറ്റ്സ് റെഡി. മീൻകറി റെഡി. നമ്മുടെ കറി റെഡി ആയപ്പോ എന്താ ഇതിനെ കൂട്ടിയിട്ട് ആകാശുവിന്റെ വീട്ടിൽ വെക്കുന്ന പോലെ ആയോ ഇല്ലെന്ന് ആകാശു പറയണം. ഓക്കെ, ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ തേങ്ങ, ചുവന്നുള്ളി, സാധാ മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. അയ്യോ, ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കാം. അതുകൂടെ ചേർക്കാം. അരിഞ്ഞിടുന്നത് അരഞ്ഞിട്ടാൻ വേണ്ടി. ഇനി നമുക്ക് വാളൻപുളി, നമ്മള് രസത്തിനും സാമ്പാറിനും ഒക്കെ ചേർക്കുന്ന പുളി. കുറച്ച് തേങ്ങയുള്ളൂ, അതുകൊണ്ട് കുറച്ച് പുളി ചേർത്താൽ മതി. ജോലിയൊക്കെ ഒതുങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ കിടന്നു കേട്ടോ. അപ്പോഴത്തേക്കും ആകാശുവിൻ്റെ പെങ്ങടെ വ്ലോഗ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു.
ഞങ്ങൾക്കിപ്പോൾ തന്നെ വിശപ്പില്ല, കാരണം രാവിലെ താമസിച്ച് കഴിച്ചതുകൊണ്ട് വലിയ വിശപ്പൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ആകാശുവിൻ്റെ പെങ്ങൾ കൊല്ലത്ത് വന്ന സമയത്ത് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെടുത്ത അതേ ഡേറ്റിൽ തന്നെ ഞങ്ങളും ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് 500 രൂപ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അപ്പോഴാണ് ഓർത്തത് ഞങ്ങളെടുത്ത ടിക്കറ്റ് ശരിക്കും പറഞ്ഞാൽ എടുക്കണമെന്ന് വിചാരിച്ച് എടുത്ത ടിക്കറ്റ് അല്ല. പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ പോയപ്പോൾ ഒരമ്മ, വയ്യാത്തൊരമ്മ ഇങ്ങനെ വേണോ മോനെ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പം അതിനെന്താ ഗൂഗിൾ പേ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ എടുത്തതാണ്. ഞങ്ങളുടെ കയ്യിൽ ചില്ലറയൊന്നും ഇല്ലായിരുന്നു. പിന്നെ അമ്മയെ സഹായിക്കാൻ വേണ്ടി ഞങ്ങളങ്ങ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ കാര്യം ഓർത്ത് ഞങ്ങളപ്പോൾ റിസൾട്ട് നോക്കാനായിട്ട് പോവുകയാണ് അതിൻ്റെ. അപ്പോൾ അവർ നോക്കി അതേ ആപ്പിൽ തന്നെ നോക്കാമെന്ന് വിചാരിച്ചു. എല്ലാം കറക്റ്റാ. കൊടുത്തു നോക്കട്ടെ നമ്മളെ, കൊടുക്കട്ടെ. അയ്യോ ഇപ്പൊ പൊട്ടും. ഗൈസ്, അവരും നമ്മളും ഒരേ ദിവസമാണ് ടിക്കറ്റ് എടുത്തത്. ഞങ്ങൾ എടുത്തത് നമ്മുടെ അപ്സര ജംഗ്ഷനിലുള്ള പെട്രോൾ പമ്പിൽ നിന്നാണ്. എടുക്കാൻ ഒട്ടും പ്ലാനില്ലായിരുന്നു. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു, ഗൂഗിൾ പേയിലായിരുന്നു പൈസ. ആ അമ്മയുടെ കയ്യിൽ ഗൂഗിൾ പേ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. ഇവരെടുത്തത് കൊല്ലത്ത് തന്നെ ലക്ഷ്മി ബേക്കറിയുടെ അടുത്തുനിന്ന് എവിടെ നിന്ന് വയ്യാത്തൊരമ്മയുടേതാണ്. നോക്കാം, കൊടുത്ത പൈസ ഇങ്ങനെ തിരിച്ചു കിട്ടട്ടെ. നോക്കാം നമുക്ക് കൊണ്ടുവന്നു. തേർഡ് പ്രൈസ്, ഫോർത്ത് പ്രൈസ് 1,00,000 രൂപ, ഫസ്റ്റ് പ്രൈസ് 5,000 രൂപ, 1000, 500 വരെ ഉള്ളേ. 500 അല്ല 100 50 ഉണ്ട്. നമ്മുടെ നമ്പർ എത്രയാ? അവസാനത്തെ 4 അക്ക നമ്പർ ആട്ടോ എടുക്കുന്നത്. 5196 5196. ഗൈസ് ഇതാണ് നമ്മുടെ നമ്പർ കേട്ടോ, 5196. നമുക്ക് 51 നമ്പർ ഓർഡർ തന്നെ. 5196. ആദ്യമായിട്ടാ ഒരു ലോട്ടറി അടിക്കുന്നത്. കുറേ ദിവസമായി വിചാരിക്കുന്നു വീടിനകമൊക്കെ ഒന്ന് തുടയ്ക്കണമെന്ന്. അഴുക്കായി കിടക്കുമായിരുന്നു. മഴയും കൂടെ പെയ്തപ്പോൾ പിന്നെ പറയേ വേണ്ട, കാലിലെ ചെളി ഫുൾ വീട്ടിനകത്തുണ്ട്. അപ്പം ഞാനങ്ങനെ ഓട്ടിച്ചിട്ടൊന്ന് തുടയ്ക്കുകയാണ് ലോഷൻ ഒഴിച്ചിട്ട്. അപ്പോൾ നല്ലൊരു ഫ്രഷ്നെസ്സും ഫീൽ ചെയ്യും. അങ്ങനെ ഞാൻ എല്ലാ ഭാഗവും തുടയ്ക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചോട്ടോ, ഉച്ചയ്ക്ക് എടുത്ത ഊണ്. ഞാനത് എത്ര വട്ടം എങ്ങനെ വെച്ചാലും എന്ന് ശരിയാവത്തില്ല. എന്താന്ന് എനിക്ക് അറിയത്തില്ല. ഞങ്ങളുടെ മമ്മി വേറെ സ്റ്റൈൽ വെക്കുന്നു, ഇവള് വേറെ സ്റ്റൈൽ വെക്കുന്നു. പക്ഷെ ടേസ്റ്റ് കൊള്ളാം. അല്ല, അമ്മ വെക്കുന്നിടക്ക് തന്നെ ഞാൻ വെച്ചത്. അത് വേറെ ടേസ്റ്റ് കിട്ടും. അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. ഗൈസ്, ഞങ്ങള് കുളിച്ച് റെഡിയായി. ആക്ച്വലി ഞങ്ങൾ വെള്ളം മേടിക്കാനായിട്ട് ഇറങ്ങിയതാണ്, തണുത്ത വെള്ളം. അപ്പൊ ഞങ്ങൾക്കൊരു ഒറ്റ മൈൻഡ്, ആഷിർ പറയുന്ന പോലെ ഒറ്റ മൈൻഡ് തോന്നി, ബീച്ചിൽ പോയാലോ ഒന്ന്, ബീച്ചിൽ പോയി ഇരുന്നാലോ ഒന്ന്. അപ്പൊ വീട്ടിൽ ഇടുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ ബീച്ചിൽ പോവാണ്. അപ്പൊ ഞങ്ങളിതാ പൊക്കോണ്ടിരിക്കുകയാണ്. മിക്കവാറും മഴ പെയ്യും. മഴ പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് മിക്കവാറും വീട്ടിൽ വരും കേട്ടോ. പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു ഗൈസ്. മഴക്കോൾ ഉണ്ടായിരുന്നത് കൊണ്ടും മഴ പെയ്തതുകൊണ്ടും നമ്മൾ ബീച്ചിൽ പോയില്ല, ഒരു കടയിൽ കയറി നിന്നു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്റെ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ആൻഡ് ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.